അപ്പോൾ എല്ലാവർക്കും ബോയ്3 ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഞാൻ മൈൻക്രാഫ്റ്റിൻ്റെ ഡിസ്പ്ലേ അടുത്ത് ഇപ്പം കുറച്ച് നേരമായി ഞാൻ ഗെയിമിൽ കയറിയിട്ട് ഞാൻ അയൺ പിക്കാക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിപ്പം നിങ്ങൾ കാണും, എനിക്ക് ഈ കഴ്സറൊന്നും കാണാനില്ല, കാരണം ഞാൻ ഒരു കൺട്രോളർ വെച്ചാണ് ഇപ്പോൾ കളിക്കുന്നത്. ചെറിയ ലാഗൊക്കെ കാണും, കാരണം ഇത് ഗെയിമിൻ്റെ പ്രശ്നമാണ്. ബെഡ്റോക്ക് എഡിഷൻ ആണെന്ന് എല്ലാവർക്കും അറിയാം. ഞാനിപ്പോൾ കളിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. ഞാൻ കുറച്ച് നേരം വുഡ് ചോപ്പ് ചെയ്യുമായിരുന്നു, കാരണം എനിക്ക് ചെസ്റ്റ് ഒന്നുമില്ല സാധനം സ്റ്റോർ ചെയ്യാൻ. നമുക്ക് ഇത് തന്നെ ഇവിടെ നൈറ്റ് ആവുന്നു കേട്ടോ, ഇവിടെ നടക്കാൻ പറ്റൂല. ഇപ്പം നിങ്ങൾക്ക് കണ്ട വലിയ വ്യത്യാസമൊന്നും കാണില്ല. ഞാൻ മറ്റേ കൺട്രോളറൊന്നും മേടിച്ചതേ ഉള്ളൂ. കിടന്നിറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം രാവിലെ ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പണിയിലൊക്കെ കിടക്കാം. ഞാനിപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ചവറെല്ലാം എടുത്തൊരു ചെസ്റ്റിനകത്ത് എടുത്ത് വെക്കട്ടെ. കുറേ സാധനങ്ങളുണ്ട്, ഒന്നും നമുക്ക് ആവശ്യമില്ലാത്തതാണ്. ഞാൻ ഇപ്പം കളി തുടങ്ങിയപ്പോൾ പറഞ്ഞ അടുത്ത എപ്പിസോഡ് ഞാൻ വീടുണ്ടാക്കുന്നതാണ്. അപ്പം പറ്റുമെന്ന് അറിഞ്ഞൂടാ, എന്നാലും ശ്രമിക്കാം. ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. അപ്പം ഞാൻ അവിടെ അടുത്തുള്ള ജംഗിളിൽ നിന്ന് ജംഗിൾ പ്ലാന്റ്സ് കളക്ട് ചെയ്യുമായിരുന്നു. അപ്പോഴാണ് രാത്രിയായത്. നമുക്കൊരു 2 ചെസ്റ്റ് ഇരിക്കട്ടെ, ഡബിൾ ചെസ്റ്റ് ആക്കല്ലോ. ഇപ്പോൾ പിന്നെ ഒരു പുതിയ വെർഷൻ ഇപ്പോൾ കയറ്റി 1.40.1 ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇപ്പോൾ ഈ വെർഷനിൽ കുറച്ച് ലാഗൊക്കെ ഉണ്ട്. ഇതിനകത്ത് കുറേ ബഗ്ഗൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചിരുന്ന നല്ലൊരു വെർഷൻ ആയിരിക്കും എന്നാണ്. അതിന് കുഴപ്പമില്ല. ഇപ്പം നമ്മൾ ചെസ്റ്റ് ചെയ്യാം. ഞാൻ കുറേ ഹെയ്ബേലും അടുത്തുള്ള വില്ലേജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നായിരുന്നു. നിങ്ങൾ വിചാരിക്കും എന്താ വില്ലേജിൽ പോകത്തേന്ന്. കാരണം എനിക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കണം. അതുകൊണ്ടാണ് ഞാൻ വില്ലേജിൽ നിന്നും പോയി അവിടുത്തെ വീടൊന്നും കയറിയിരിക്കാത്തത്. ഞാൻ പിന്നെ അടുത്തായിട്ടൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ ഇരിക്കുകയാണ്. മിക്കവാറും സ്റ്റാർട്ട് 1 മാസം കൂടെ ഇരിക്കട്ടെ. ഇപ്പം എക്സാമാണ്, നിങ്ങൾക്കറിയത്തില്ല, ഇത് എക്സാമാണ്. ഇപ്പം എക്സാമിൻ്റെ പിറ്റേന്നാണ് ഇപ്പം ഈ വീഡിയോ ഇടുന്നത്. നമുക്ക് ചെസ്റ്റൊക്കെ അടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ബേസിൻ്റെ സ്റ്റാർട്ടിങ് പ്ലാൻ ചെയ്യാം. അപ്പം നമുക്കൊരു കേവിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഈ കേവിന് അത്ര ആരൊന്നുമില്ല, ഒരു ചെറിയ തണൽ പോലെയാണ്. അപ്പോൾ എനിക്കൊരു ഐഡിയ എന്ന് പറയുന്നത്, ഈ കേവ് ഫുള്ള് ഷേപ്പ് ചെയ്തിട്ടത് ഈ ഡാർക്കായിട്ടുള്ള സ്ഥലമെല്ലാം അടച്ചു കൂട്ടിയിട്ട് ഒരു ടണ്ണുണ്ടാക്കുന്നതാണ്. എന്നിട്ട് ഈ ടണ്ണിൽ കൂടെ പോകുമ്പോൾ ഇല്ല, ഇവിടെ കറങ്ങോട്ട് നിൽക്കുമ്പോൾ തന്നെ ഒരു അയൺ. പ്ലീസ് 2 കാണേ. ഇവിടെ 2 ചതിച്ചു, ചതിച്ചു. എന്താണെന്നറിയത്തില്ല, എനിക്ക് ഈ പ്രാവശ്യമായിട്ടില്ല. നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പം ഈ പിക്കാക്സ് ഉണ്ടാക്കാനുള്ള ഇതൊക്കെ. ഇപ്പം ഞാൻ വലിയ കേവിലോട്ടൊക്കെ ഒന്നും പോകാൻ നിൽക്കുന്നില്ല, കാരണം എനിക്ക് അറുമറ് പോലും ഇല്ല. ഞാൻ ഇപ്പം അടുത്തുള്ള വില്ലേജിലോട്ടൊന്ന് പോയി നോക്കട്ടെ. ഞാൻ ആ കഴിഞ്ഞ പ്രാവശ്യം അവിടെ ഫുള്ളായിട്ട് ലൂട്ട് ചെയ്തില്ല. അതിൻ്റെ മുമ്പ് തന്നെ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നു. പിന്നെ നിങ്ങൾക്കറിയാം, ഞാൻ എക്സാമാണ്, ചാവാൻ പോവാണ്. ഈ വില്ലേജിലോട്ട് വരാനും ഒരു ഭാഗത്തൊക്കെ ഉണ്ടാക്കണം. ഇതൊക്കെ പിന്നെ ന്യൂവായിട്ടുള്ള പ്ലാനുകളാണ്. എന്തായാലും ഇന്ന് തന്നെ ഞാൻ ബേസിൻ്റെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നില്ല. ഇവിടെ ലൂട്ട് ചെയ്തതാണ്. ഇന്ന് തന്നെ ബേസിൻ്റെ വേണം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നില്ല. നമുക്ക് ഇന്ന് റിസോഴ്സസ് ഗ്യാദർ ചെയ്യാം, പിന്നെ പ്ലാനും ശരിയാക്കാം. ഈ വില്ലേജ് പ്രത്യേകിച്ചൊന്നും ഇല്ല. ഈ ഒരു പോണ്ടുണ്ടോ, ഇതിൻ്റെ അകത്ത് എനിക്കൊരു ഐഡിയ ഉണ്ട്. ഇവിടെ ഇട്ട് ഒരു വലിയ കുത്തമ്പിനാറ് പോലത്തെ ഒരു ടവർ വെച്ചിട്ട് അതിൻ്റെ അകത്തൊരു സ്വിമ്മിംഗ് പൂളിൻ്റെ കുറേ ആൾക്കാർ കോമ്പറ്റീഷൻ വെക്കുന്നുണ്ട്. അതൊക്കെ ഈ അടുത്തുള്ള പ്ലാൻസാണ്. ഇത് ഹാർഡ് കോർ അല്ല, ഈ വെർഷന് ഹാർഡ് കോറൊക്കെ വന്നിട്ടുണ്ട്. ഞാനിപ്പം പുതിയ വെർഷനെ ആക്കിയപ്പം ഈ വെർഷനിലായിട്ടാണ് ഹാർഡ് കോറൊക്കെ ആഡ് ചെയ്തിട്ട്. നമുക്കിപ്പം റീസോഴ്സ് ഗ്യാദർ ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നത് ഒരു വലിയൊരു മെഗാ ഹൗസ് ഒന്നും വേണ്ട. ഏകദേശം ഒരു നല്ല സ്റ്റാർട്ടർ ബേസ് ഒക്കെ മതി. ഇപ്പം
സ്റ്റാർട്ടർ ബേസ് എന്നൊക്കെ പറയുമ്പോൾ അത്രയും നിങ്ങൾ വിചാരിക്കുന്ന അത്രയും ചെറുതൊന്നുമല്ല. ഞാൻ അങ്ങനെ ഉണ്ടാക്കത്തില്ല. ഒരു ഏകദേശം ഒരു ഈ ഫ്രീഡമൊക്കെ ഉള്ള ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ജംഗിളിൻ്റെ ഒരു തീം വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് വരുന്ന ഈ ജംഗിൾ ഫുഡായിട്ടാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഇപ്പം ഇത് കളിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് നേരമായിട്ടുള്ളൂ. പിന്നെ നമ്മൾ സാധാ ലോഗോ ഇവിടെ ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ വന്നപ്പോൾ ഇവിടെ എനിക്ക് ആ പാണ്ട നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് ഞാൻ കണ്ടതാണ്. ഇത് ഭയങ്കര ഇതായിട്ട് എനിക്കത് താണ്ടാനും പറ്റില്ല. ഇത് അതൊക്കെ പോട്ടെ. ഇപ്പോൾ നമുക്ക് ബേസിൻ്റെ പണികൾ നോക്കാം. ഒരാൾക്ക് ലാഗ് കാണും, കാരണം ഇത് പുതിയ വെർഷനാണ്. നല്ല ലാഗ് അടിക്കുന്ന വെർഷനാണ്. ഞാൻ ഉണ്ടാക്കാൻ നോക്കുന്നത് ഇവിടെ ആയിട്ട് വലിയൊരു പ്ലെയിൻ പോലെ കിടപ്പുണ്ട്. ഇവിടെ ആയിട്ടായിരിക്കും എൻ്റെ ബേസ് വരാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ അവിടെ ആയിട്ടാണ്, പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ കണ്ടപ്പോൾ തോന്നി ഇവിടെ വെക്കാനാണ്. ഈ ഒരു ഇത് റൈറ്റ് ഫോണിലല്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു സൈഡിൽ എങ്ങോട്ടായിട്ടാണ് ആ വില്ലേജിൻ്റെ ആ ഐലൻഡിലോട്ട് എങ്ങാണ്ടായിട്ടാണ് ഫോൺ വരുന്നത്. ഇതിപ്പം തോന്നുന്നു ഇതൊരു വലിയ ഐലൻഡായിട്ടാണ് ഇവിടെ കിടക്കുന്നത്. ജംഗിളിൻ്റെ ഒരു ഐലൻഡാണ്. പിന്നെ ഞാൻ നോക്കിയായിരുന്നു, ജംഗിൾ ടെമ്പിളൊന്നും കാണാനില്ല. ഇതിപ്പം ഞാൻ കുറച്ച് നേരം ഗ്രൈൻഡ് ചെയ്താലേ ഇത് കിട്ടത്തുള്ളൂ. അപ്പം ഒരു 3 സ്റ്റാക്ക് തടിയെങ്കിലും ഇതിന് വേണ്ടി വരും ഇന്ന്. അപ്പം ഞാൻ അതൊക്കെ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. ഹേ ഗൈസ്, ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. ഏകദേശം 1 സ്റ്റാക്കൊക്കെ എടുത്തിട്ടുണ്ട്. 1 സ്റ്റാക്കും പിന്നെ ബാക്കിയുണ്ടാകുന്ന ഞാൻ കുറച്ചും കൂടെ പ്ലാൻസ് ആക്കി. അപ്പം കുറേ വൈൻസും കിട്ടി കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് തോന്നും ഞാൻ എന്താ തന്നെ 1 സ്റ്റാക്ക് ഇപ്പം കിട്ടിയത്, കാരണം എൻ്റെ ആക്സ് ഇപ്പോൾ പൊട്ടാറായി. പിന്നെ ഞാൻ 1 സ്റ്റാക്ക് സാധാ ഏറ്റവും ലാസ്റ്റത്തെ 3 വെച്ചിട്ടുണ്ടിരിക്കുമ്പോൾ ഞാൻ ഇവിടെ ഒരു വലിയൊരു കേവ് ഉണ്ട് കേട്ടോ. ഇതുണ്ടോ എന്ത് വലുപ്പമൊന്നുണ്ടോ? എന്നിട്ട് ഒരു സിങ്ക് ഹോൾ പോലില്ലേ, ഞാൻ ആ പടം കണ്ടിട്ടാട്ടോ പറയുന്നത്. ഒരു സിങ്ക് ഹോൾ പോലെ ഉണ്ട്. ഇതിൻ്റെ ഇവിടെ ആയിട്ടൊരു വലിയ വെള്ളം പോലത്തെ ഒരു വെള്ളച്ചാട്ടം പോലെ ഒരു സാധനം ഉണ്ടാകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ അയൻ കാണുമെന്ന്. ഞാൻ ഇവിടെ ചുമ്മാ നോക്കിയതാണ്, ഇവിടെ ഒന്നും കാണാനില്ല. അപ്പം ഞാൻ തിരിച്ചു പോയി കുറച്ചും കൂടി ഇതൊക്കെ എറിച്ചിട്ട് ഇറങ്ങാൻ നോക്കുമായിരുന്നു. പക്ഷേ ആർമർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ചെയ്തില്ല. പിന്നെ ഞാനൊരു ഇതും കൂടെ കണ്ടുപിടിച്ചു. ഈ കേവിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ടാണ് ഈ റിവ്യൂ വരുന്നത്. ഈ റിവ്യൂ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചു തന്നെയാണ് കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ ഈ റിവ്യൂ കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത് ഇല്ലാത്തോട്ടോ. എന്നിട്ട് ഈ കേവിൻ്റെ ഓപ്പണിംഗ് ഇല്ലേ ചെറുത്, അത് ഈ കണക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ വില്ലേജിലോട്ടൊന്ന് പോയി നോക്കിയപ്പോൾ അയൻകോലത്തിനെ ഞാൻ കൊല്ലുന്നൊന്നുമില്ല. ഇതുണ്ടോ റിവ്യൂവിൻ്റെ ഒരു ഓപ്പണിംഗ് പോലെയായിട്ട് ഇവിടെ വെക്കുന്നത്. നേരെ ഒരു ടണൽ പോലെയാട്ടോ ഇരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു ഐഡിയ വന്നു, ഈ ടണൽ നേരെ വന്നത് നമുക്കൊരു മൈനിങ് ഏരിയ ആക്കാമെന്ന്. അപ്പം നമുക്ക് വീട്ടിൽ നിന്ന് ടണൽ വരെ ഇങ്ങനെ ചുമ്മാ പോലെ എല്ലാവരും പറയും മുകളിൽ കൂടെ പോയാൽ പോരെയെന്ന്. പക്ഷെ ഞാനങ്ങനെയാണ്, മുകളിൽ കൂടെ പോവില്ല. അപ്പോൾ നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം കിട്ടി. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.